ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ടിംഗ് ആണ്. ഞങ്ങൾ ട്രിവാൻഡ്രം ചാലക്കമ്പോളത്തിലാണ് വന്നിരിക്കുന്നത്. സോ അപ്പം ഇന്നൊരു ലീവ് ദിവസം കിട്ടിയപ്പോഴത്തേക്ക് വിചാരിച്ചു ചെറിയൊരു ഔട്ടിംഗ് നടത്താമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അപ്പം ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല ചായ കുടിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ചായയും കടിയും കിട്ടി അടിപൊളിയായിരിക്കും ഈ ഒരു ടൈമിൽ. എന്തായാലും ഞങ്ങൾ പോണ റൂട്ട് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ, ഇരുവശത്തും നിറയെ കടകളൊക്കെ ഉണ്ട്. സോ നല്ല പൂവും എല്ലാം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നതാണേ. ഇവിടെ വന്നിട്ടിപ്പോൾ ഞാൻ കുറച്ച് നാളായി കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ വരുന്നതാണ്. കുറേ അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ റൂട്ടിൽ കൂടി വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു വലിയ പരിശ്രമമാണ്. പക്ഷെ രസമാണ്, സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് രസമാണ്. അയ്യോ നിറയുമുള്ളപ്പോൾ. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരെ പോയ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട്. സോ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐ തിങ്ക് നല്ല വെയിലുള്ളത് കൊണ്ട് വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി കിട്ടി കാണുമോന്നൊരു ഡൗട്ടുണ്ട്. കാരണം വെയിലുള്ളത് കൊണ്ട് എല്ലാം കൂടി പുകയടിച്ച കണക്കാണ് എനിക്ക് തന്നെ കണ്ടിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കമ്പോളത്തിൻ്റെ വ്യൂസൊക്കെ കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ അതുവരെയും ക്യാമറ ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എൻ്റെ ഫേസ് വരെ ഡള്ളായിട്ടിരിക്കുകയാണ്. കാരണം നിഴലും വെയിലും എല്ലാം കൂടി അടിച്ചിട്ട് എന്താ മാതിരിയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, ഇവിടെ ഗണേശോത്സവത്തിൻ്റെ എന്തുവാണ് ഇതൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ടേ. അയ്യോ കാണാൻ പറ്റുന്നുണ്ടോ? ഗണപതി അപ്പനെ ഇതാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ടേ. അയ്യോ അത് ആ ബോർഡ് കാരണം കാണാനേ പറ്റുന്നില്ല. അയ്യോ ഓട്ടോ ബോർഡ് ഇത് നോക്കി, നല്ല ട്രാഫിക്കിൻ്റെ നല്ല ഇതുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്നത് അന്വേഷിച്ചെടുക്കണേ. വണ്ടി പാർക്ക് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, ബട്ട് നടന്നില്ല. അയ്യോ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യൂസ് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റി കാണുമെന്ന്. ഗണേശോത്സവത്തിൻ്റെ ആണേ. ഇതൊക്കെയാണ് വ്യൂസ്. ഇത് കണ്ടോ, അവിടെ സർക്കസ് പാർക്കിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓണാക്കിയതാണ്. അതെന്താണെന്ന് അറിയാം സംഭവം. അവിടെ സർക്കസ് പാർക്കിംഗ് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇവിടെ എൻ്റെ ഉമ്മി ദൂരത്തിരുന്ന് വായിക്കാണ്. എന്തിരുന്നു കാർ ബസ് പാർക്കിംഗ് നോക്കിച്ചിരിക്കുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഭയങ്കര രസകരമായ സംഭവങ്ങളാണ് കേട്ടോ. ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ ശരിക്കും അതൊക്കെ പിന്നെ ഓർത്ത് നല്ല സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു രസകരമായ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഔട്ടിംഗ് എന്നുള്ള പേരിൽ നമ്മൾ ഇറങ്ങുന്നത്. അല്ല പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊക്കെ കണ്ട് ഇതാവാനൊന്നും അല്ല. ഇങ്ങനെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന ഓരോ ഫൺ മൊമെൻറ്റ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എന്നെ പോലെ തന്നെ എനിക്കറിയാം. ഓക്കെ, ഞങ്ങളുടെ വണ്ടി ഇതുവരെ പാർക്ക് ചെയ്തില്ല കേട്ടോ. എപ്പോഴാണോ എന്തോ അലേ കൂടിയൊക്കെ നടന്നു എന്ന് കാണാൻ പറ്റണേ. ചായ കുടിക്കണം കേസ്. എനിക്ക് നല്ല കോഫി കിട്ടിയേക്കൊള്ളാമെന്നുണ്ട്. എന്തോ ഇവിടെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. കുറച്ച് വോയിസ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ടിംഗ് ലുക്ക്. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. യെസ്, നമുക്ക് ചായ കിട്ടുന്ന കട കിട്ടി. സോ ഞങ്ങൾ പഴംപൊരിയും ചായക്ക് ഓർഡർ കൊടുത്തു. നല്ല ഉഗ്രൻ ചായ ആയിരുന്നു കേട്ടോ. പഴംപൊരി ഉഗ്രനായിരുന്നു, സൂപ്പർബായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടക്കാനായിട്ട് ചാലക്കമ്പോളത്തിലോട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു, കാരണം ഉമ്മയുടെ കാല് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 30 രൂപയുടെ ഓട്ടോ മാത്രമേ ഉള്ളൂ. നമുക്ക് 40 റുപ്പീസ് ആയിട്ടോ. നല്ല തിരക്കുള്ളത് കൊണ്ട് അവർക്ക് വലിയ പാടായിരുന്നു. കാരണം അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളെ ഇറക്കിയിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് അതൊരു നഷ്ടമാണ്. അപ്പോൾ 40 റുപ്പീസ് അവർ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ആ പോണ വഴിക്ക് തന്നെ അപ്പുറത്തെയും ഇപ്പുറത്തെയും വശത്തായിട്ട് നിറയെ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല 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 ഡ്രസ്സുകൾ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. റേറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടന്നപ്പോൾ ഞാനിങ്ങനെ ആ ഒരു വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നല്ല നല്ല ഡ്രസ്സസ്. പക്ഷേ എനിക്കതിനകത്ത് രസമായിട്ട് തോന്നിയത് എല്ലാ കച്ചവടക്കാരുടെ കയ്യിലും ഇരിക്കുന്നത് ഒരേ ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ്. എല്ലാം ഇങ്ങനെ ബൈക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കാതിരുന്നില്ല, എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സാകുമ്പം ഇതിപ്പോൾ എങ്ങനെ ഒരു വെറൈറ്റി കണ്ടിട്ടല്ലേ നമ്മൾ അടുത്തടുത്ത ആളിൻ്റെ അടുത്ത് കയറുന്നേ. പക്ഷേ ഇതെല്ലാവർക്കും ഒരേ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അതൊരു കൗതുകം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് ചാലക്കമ്പോളത്തിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെയെന്ന് പറയണത് 2 സൈഡിലും കച്ചവടക്കാർ തന്നെയാണ്. നമുക്കിങ്ങനെ അത് കണ്ടുകൊണ്ടിങ്ങനെ നടക്കാം. നിറയെ ജ്വല്ലറീസും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് വിൽക്കുന്നവരും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ ചാലക്കമ്പോളത്തിൻ്റെ വീഡിയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ, ഞാനിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി, അപ്പോൾ ഇതൊക്കെ കാണുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നേരെ പുറപ്പെട്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ട്രാവലിംഗ് ടൈമിലുള്ള ഫൺ മൊമെൻറ്റ്സ് അതൊക്കെ അടിപൊളിയാണ്. കാരണം എൻ്റെ മോന് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ അവൻ ലീവിനുള്ള സമയത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് പറയുന്ന രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങ് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് വന്നാൽ പോലും ഇവിടുത്തെ ഓരോ ഐറ്റംസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിച്ചു പോവും, നമ്മുടെ കയ്യിൽ നിന്ന് കാശും ചിലവായി പോവും കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമുക്ക് പോവാം, ഇതൊക്കെ ജസ്റ്റ് കാണാം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ എവിടെ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകുന്നേ. ഇവിടെ ഇപ്പോൾ ഉമ്മ നിന്നിട്ട് ഞാൻ നേരെ നടന്നു പോയതാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് സ്ലൈഡ് കണ്ടു എന്ന് പറഞ്ഞിട്ട് നേരെ സ്ലൈഡ് വാങ്ങിക്കുകയാണ് ഒരാളും. എൻ്റെ മോൾക്കല്ല കേട്ടോ, എനിക്കാണേ. ഓക്കെ, അങ്ങനെ ദെൻ അവിടെ നിന്ന് സ്ലൈഡൊക്കെ വാങ്ങിച്ചു. ഇനി ഞാനും വീഡിയോ എടുത്ത് അപ്പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. രസമാണ് ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ നടക്കുന്നതൊക്കെ. അപ്പോൾ കുറേ ഹോട്ടൽസ് ഉണ്ട്, കുറേ ജ്വല്ലറീസ് ഉണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ നല്ല പാട്ടിട്ടിട്ടുണ്ട് കടകളിലൊക്കെ. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കാം. നിറയെ പാത്രക്കടകളുണ്ട്. ഈ ഇടയ്ക്കോട്ട് കയറുന്നിടത്തുമൊക്കെ നിറയെ കടകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു ഹോട്ടലുണ്ട്, വന്നിട്ടുള്ളവർക്കൊക്കെ തന്നെ അറിയാം, ഹോട്ടൽ റഹ്മാനിയ. അവിടുത്തെ കേത്തൽ ചിക്കൻ വളരെ ഫേമസ് ആണ്. അതിൻ്റെ ബ്രാഞ്ചസാണ് മേനാലൂരും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് അവിടുത്തെ മസ്ജിദാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. രസമാണ് സംസാരിച്ച് ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മോനും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ ഉമ്മ പപ്പടവും ഇതൊക്കെ വിൽക്കുന്നിടവും കണ്ടേ. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്കിവിടെ നിന്ന് പപ്പടം മേടിക്കാൻ. അങ്ങനെ ആൾ പപ്പടം മേടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കൊണ്ടുവരും വീട്ടിൽ. പക്ഷേ ആൾക്ക് ഇവിടെ പപ്പടമൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പപ്പടം മേടിക്കണമെന്ന് കോരി. ഞാൻ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം അങ്ങനെ ഉമ്മ അവിടെ നിന്ന് പപ്പടം വാങ്ങിക്കുകയാണ്. അപ്പം ഞാനിവിടെ നിന്ന് ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോട്ടൽ റഹ്മാനിയല്ലേ, അതിൻ്റെ ആ ഒരു പ്ലേസിലുള്ള ആ ബോർഡാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഇത് ഉമ്മിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്ന് നിന്നതാണ്. നല്ല റംബൂട്ടാനൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പ്ലംസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. എനിക്ക് ഈ ഫ്രൂട്ട്സ് ഒന്നും കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കാൻ അറിയത്തില്ല. ഞാനും മോനും വാങ്ങിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങളെ പറ്റിക്കും കേട്ടോ. അതുകൊണ്ട് ഉമ്മ തന്നെയാണ് നിന്ന് വാങ്ങിക്കുന്നത്. അതാകുമ്പോൾ ഉമ്മ നല്ലതൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് തിരഞ്ഞെടുക്കും. ഒരിക്കൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻ ഇറങ്ങിപ്പോയിട്ട് റംബൂട്ടാൻ വാങ്ങിച്ചു. നല്ല രീതിയിൽ
അവർ പറ്റിച്ചു വിടുകയും ചെയ്തു കേട്ടോ. ഞാൻ വാങ്ങിച്ചാലോ അത് തന്നെ അവസ്ഥ, അതിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉമ്മയാണെങ്കിൽ കറക്റ്റായിട്ട് അതൊക്കെ നോക്കി വാങ്ങിക്കുക, എക്സ്പീരിയൻസ് അതാണല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഓട്ടോയിൽ കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ്. കാരണം നടക്കുന്നത് വൺ ടാസ്ക്കാണ്. ഞങ്ങൾ നടക്കും രണ്ടുപേരും, പക്ഷേ ഇത്രയും ദൂരം തന്നെ എൻ്റെ ഉമ്മി ചാലക്കമ്പളത്തിൽ കൂടി നടന്നു. അത് തന്നെ വളരെ പാടുപെട്ടാണ് നടന്നത്. എനിക്ക് തന്നെ സങ്കടം വന്നു. പക്ഷേ ഉമ്മയ്ക്കും ഇങ്ങനെ നടന്ന് എല്ലായിടവും കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഏരിയ മാത്രം കുറച്ച് ദൂരം ജസ്റ്റ് ഞങ്ങൾ ആ കാണിച്ചത് ഇത്രയും മാത്രമാണ് ഞങ്ങൾ നടന്നത്. ബാക്കി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് ഓട്ടോയിൽ തന്നെയാണ് വന്നത്. കാരണം അത്രയും മതി. ഉമ്മ നടന്നോളാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല, ശരിയല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ദേ കാർ പാർക്ക് ചെയ്യുന്നിടത്തോട്ട് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.